അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ കിതാബുൽ ഫിഖ്, അതായത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ 7ാം ക്ലാസ്സിലെ കിതാബുൽ ഫിഖ് അതിൻ്റെ 1ാമത്തെ ഭാഗമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അതായത് പൊതുപരീക്ഷ നടക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലാണ് വീഡിയോകൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ വീഡിയോ അതിൻ്റെ 2ാം ഭാഗമാണ്. ഈ വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഫിഖ് മൊത്തത്തിൽ 17 പാഠങ്ങളുണ്ട്. 17 പാഠങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഒരുപാട് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പാഠമാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓർത്തെടുക്കാനൊക്കെ ചിലപ്പോൾ ഒരല്പം പ്രയാസമാകും. അതുകൊണ്ട് ഈ പരീക്ഷ നടക്കുന്ന അവസാന സമയമായതുകൊണ്ട് ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയി പറയുന്നതിന് പകരം എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അതായത് നാളെ പരീക്ഷയാണ്, അപ്പോൾ ഇന്നെങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ആ ഒരു മോഡലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ 1ാമത്തെ പാഠത്തെ പറ്റി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. കാരണം 1ാമത്തെ പാഠം അത്വഹാറത്തു, അതായത് ശുചീകരണവുമായി ബന്ധപ്പെട്ട പാഠം ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ചുകൊണ്ട് കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം കാണുക. അത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും. ഈ വീഡിയോയിൽ 2ാം പാഠം മുതലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 2ാമത്തെ പാഠം തയമ്മും. തയമ്മും എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് തയമ്മും. വെള്ളമില്ലാത്ത ഘട്ടത്തിൽ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഇതാണ് തയമ്മും. വെള്ളമില്ലാത്ത ഘട്ടത്തിൽ മാത്രമല്ല, ഇപ്പോൾ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ നമ്മുടെ കൈയിലേക്കൊരു പ്ലാസ്റ്റർ ഇട്ടാൽ അങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളിലൊക്കെ തയമ്മും ചെയ്യേണ്ടി വരും. എന്നാൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാഠം പഠിക്കുന്നതിന് നമ്മൾ ആദ്യം ഒരു ടൈം, ഇതൊരു മോഡൽ ഞാൻ പറഞ്ഞുതരാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ആദ്യം 1-2 തവണ ഈ പാഠം നമ്മളൊന്ന് മനസ്സിലാക്കി വായിക്കുക. തയമ്മും എന്ന് പറയുന്ന ഈ പാഠം മനസ്സിലാക്കിയിട്ട് നമ്മൾ വായിക്കുക. അങ്ങനെ വായിച്ചതിന് ശേഷം നേരെ തദ്രീബാത്ത് എന്നുള്ളത് ഈ ഭാഗത്തിലേക്ക് വരിക. അതിന് തയമ്മും എന്നാൽ എന്ത്, തയമ്മും എന്നാൽ എന്ത് എന്നുള്ളത് 1ാമത്തെ ചോദ്യം. ആ തയമ്മും എന്നാൽ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ വായിക്കാം. എന്നിട്ട് അതിന്റെ നേരെ ഉത്തരത്തിലേക്ക് വരിക. ഉത്തരം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? തയമ്മും എന്നാൽ എന്ത് എന്നുള്ളത് ഓൾറെഡി നിങ്ങൾ പാഠഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ അടയാളപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കണം. എന്താണ് തയമ്മും എന്ന് വെച്ചാൽ ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. അപ്പൊ തയമ്മും എന്ന് വെച്ചാൽ ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. ഇതിന് ഉത്തരം ഇവിടുന്ന് കിട്ടി. ഉത്തരം നിങ്ങൾ എന്താക്കുക, പഠിക്കാം. അത് 2ാമത് തയമ്മുമിന്റെ ഫർളുകൾ ഏതെല്ലാം. അപ്പൊ തയമ്മുമിന്റെ ഫർളുകൾ ഏതെല്ലാം നോക്കുമ്പോൾ തയമ്മുമിന്റെ ഫർളുകൾ 6 ആകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 6 ആകുന്നു പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയി പഠിക്കണ്ട. നമ്മൾ തയമ്മുമിന്റെ ഫർളുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കടലാസ് എടുക്കുക, തയമ്മുമിന്റെ ഫർളുകൾ എഴുതുക. എന്നിട്ട് 6 എണ്ണം പെട്ടെന്ന് എഴുതി പോവുക. ഏതൊക്കെയാണ്? 1 നിയ്യത്ത്, 2ാമത്തത് മണ്ണടിച്ചെടുക്കൽ, 3 മുഖം തടവൽ, 4 2 കൈ മുട്ടുൾപ്പെടെ തടവൽ, 5 തർത്തീബ്, 6 2 അടി കൊണ്ടായിരിക്കൽ. ഇങ്ങനെ 6 കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യാം. അതായത് തയമ്മുമിന്റെ ഫർളുകൾ 6 എണ്ണമാണ്. 1 നിയ്യത്ത്, അതേപോലെ മണ്ണടിച്ചെടുക്കൽ, മുഖം തടവൽ, 2 കൈമുട്ടുൾപ്പെടെ തടവൽ, തർത്തീബ്, 2 അടി കൊണ്ടായിരിക്കൽ. ഇനി നിയ്യത്തിന്റെ അപ്പുറം എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിയ്യത്ത് ചെയ്യുന്ന രൂപം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫർള് എണ്ണുമ്പോൾ 1 നിയ്യത്ത്, 2 മണ്ണടിച്ചെടുക്കൽ എന്നിങ്ങനെ 1 2 3 അങ്ങനെ പോയിന്റ് ആക്കിയിട്ട് നമ്മൾ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഇനി 3ാമത്തെ ചോദ്യം നമ്മൾ നോക്കുക, തയമ്മുമിന്റെ ഷർത്തുകൾ ഏതെല്ലാം. അപ്പൊ തയമ്മുമിന്റെ ഷർത്തുകൾ ഏതെല്ലാം എന്നുള്ളതും നമ്മൾ നേരെ ഈ പാഠഭാഗം വായിച്ചു നോക്കാം. അതായത് ഈ പാഠത്തിന്റെ 2ാമത്തെ പാരഗ്രാഫ് എല്ലാവരും നോക്കാം. ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക, തയമ്മുമിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക, വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക, സമയം കടന്ന ശേഷം തയമ്മും ചെയ്യുക എന്നിവ തയമ്മുമിന്റെ ഷർത്തുകളാകുന്നു. ആ തയമ്മുമിന്റെ 1ാമത്തെ ഷർത്ത് എന്ത്? ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക. 2ാമത്തെ ഷർത്ത് എന്താണ്? തയമ്മുമിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക. 3ാമത്തെ ഷർത്ത് എന്താണ്? വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക. 4ാമത്തെ ഷർത്ത് എന്താണ്? സമയം കടന്ന ശേഷം തയമ്മും ചെയ്യുക എന്നിവ തയമ്മുമിന്റെ ഷർത്തുകളാകുന്നു. അപ്പൊ നമ്മൾ എന്താക്കാം, ഇങ്ങനെ ഓരോ ചോദ്യവും നോക്കിയിട്ട് അങ്ങനെ നമ്മൾ പഠിക്കുക. ഇനി മുറിവിന്റെ മേൽ മറയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ എന്താക്കാം, നേരെ ഈ പാഠഭാഗത്തിലേക്ക് വരാം. എന്നിട്ട് ഈ പാഠഭാഗം വായിക്കുക. അവിടെ നമുക്ക് മുറിവിന്റെ മേലിൽ മറയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഉത്തരം കിട്ടും. നേരെ 7ാമത്തെ പേജിലേക്ക് വരിക. അവിടെ കൃത്യമായി ശ്രദ്ധിക്കുക. അതിന്റെ 2ാമത്തെ വരി, അതായത് മുറിവിന്റെ മേലിൽ മറയുണ്ടെങ്കിൽ അത് നീക്കൽ ചെയ്യൽ നിർബന്ധമാണ്.
നീക്കാൻ കഴിയാത്തതാണെങ്കിൽ അതിൻ്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും തയമ്മും ചെയ്യുകയും വേണം. ഉളോട് കൂടിയാണ് മറച്ചതെങ്കിൽ നിസ്കാരം അടക്കേണ്ടതില്ല. അവിടെ നമ്മൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? കൃത്യമായി ശ്രദ്ധിക്കണം. മുറിവിന്റെ മേൽ മറയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ മുറിവിന്റെ മേൽ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അത് എഴുതണം. കൂടെ അതിനുശേഷമുള്ള പോയിന്റ് നമുക്ക് ചേർത്ത് എഴുതാം. നീക്കാൻ കഴിയാത്തതാണെങ്കിൽ അതിൻ്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും തയമ്മും ചെയ്യുകയും വേണം. ഇത്രയാണ് നമ്മൾ എഴുതേണ്ടത്. ഇങ്ങനെ ഓരോന്നും നമ്മൾ പഠിക്കുക, എന്നിട്ട് ചോദ്യം വായിക്കുക, അതിന് ഉത്തരം കണ്ടെത്തുക, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ അന്നജാസത്തു വതത്ഹീറുഹ, അതായത് നജസ്സുകളും അവയെ ശുചീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന പാഠാണ്. അപ്പോൾ നജസ്സുകൾ എത്ര വിധമാണ്? മുഗല്ലദായ നജസ് എന്ന് വെച്ചാൽ എന്താണ്? മുത്തവസിത്തായ നജസ് എന്ന് വെച്ചാൽ എന്താണ്? മുഖഫഫായ നജസ് എന്ന് വെച്ചാൽ എന്താണ്? എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. അതായത് നജസ്സുകൾ എത്ര വിധമാണ്? 3 വിധം. നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാകുന്നവ ഏതെല്ലാം? അപ്പോൾ ഓരോ വിഷയങ്ങളും ഇത് വളരെ സിമ്പിളായ പാടാണ്. ഇനി നമുക്കിത് കൃത്യമായി പഠിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി മുഗല്ലദായ നജസ് അത് ഏതൊക്കെയാണ്? നായ, പന്നി, ഇവയിൽ നിന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ മുഖഫഫായ നജസ്, അതേപോലെ തന്നെ മുത്തവസിത്തായ നജസ്, ഇതൊക്കെ നമ്മൾ എന്താക്കാം? കൃത്യമായിട്ട് ഇത് കൊടുത്ത പോലെ ഇതേപോലെ പഠിക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 2 തവണ ഈ പാഠം വായിക്കുക, എന്നിട്ട് തദ്രീബാത്തിലേക്ക് വരാം, എന്നിട്ട് നമ്മൾ അതിന്റെ ഉത്തരം നമ്മൾ തന്നെ സ്വയം കണ്ടെത്തിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ നല്ല മാർക്കോടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ ഉപ്പയ്ക്കൊക്കെ ചിലപ്പോൾ നന്നായിട്ട് വായിക്കാനും ഇതൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നവരായിരിക്കും. അവരോട് ചോദിക്കാം. അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരുണ്ടാവും, അവരോടൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരാണോ അവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല രൂപത്തിൽ പഠിക്കുക. ആ പഠിക്കേണ്ട മോഡലാണ് പ്രധാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ അതേപോലെ തന്നെ സക്കാത്ത്, ഈ സക്കാത്തിന്റെ ഈ പാഠത്തിലേക്ക് വരുമ്പോൾ 2 വിധം സക്കാത്ത് ഉണ്ട്. ഏതാണ്? സക്കാത്തുൽ ബദനും സക്കാത്തുൽ മാലും. അപ്പൊ ഈ സക്കാത്ത് എപ്പോഴാണ് നിർബന്ധമാകുന്നത്? അതേപോലെ തന്നെ ഏതൊക്കെ വസ്തുക്കളിലാണ് സക്കാത്ത് വരിക, അതിന്റെ കണക്ക് എത്രയാണ്, അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്വർണത്തിന്റെ കണക്ക്, അതേപോലെ തന്നെ വെള്ളിയുടെ കണക്ക്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ആദ്യം പഠിക്കുക, പിന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് സക്കാത്തുൽ ബദൻ. സക്കാത്തുൽ ബദൻ വെച്ച് എന്താണ്? ഫിത്ർ സക്കാത്താണ്. അപ്പൊ ഫിത്ർ സക്കാത്തയുടെ ചോദ്യം എന്താണ്? സക്കാത്തുൽ ഫിത്ർ വാജിബാണ്. ആർക്കാണ് ഫിത്ർ സക്കാത്ത് വാജിബാകുന്നത്? അതായത് ഫിത്ർ സക്കാത്ത് വാജിബാണ് ആർക്ക്? അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എല്ലാ സ്വതന്ത്രനും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയത്ത് തന്റെയും താൻ ചെലവ് കൊടുക്കൽ വാജിബായവരുടെയും പെരുന്നാളുള്ള ദിവസത്തെയും അതിന്റെ രാത്രിയിലെയും ഭക്ഷണം, കടം, വസ്ത്രം, പാർപ്പിടം മുതലായ കഴിച്ച് ബാക്കിയുള്ളവർക്കാണ് അത് നിർബന്ധമുള്ളത്. അപ്പൊ ഈ 2ാമത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, ആ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, അതാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയത്ത് തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പെരുന്നാൾ ദിവസത്തെയും അതിന്റെ രാത്രിയിലെയും ഭക്ഷണം, കടം, വസ്ത്രം, പാർപ്പിടം മുതലായവ കഴിച്ച് ബാക്കിയുള്ളവർക്കാണ് അത് നിർബന്ധമാകുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് സക്കാത്ത്, അതേപോലെ തന്നെ നോമ്പ്, അതുപോലെ ഹജ്ജ്, ഉംറ, ഇവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതുപോലെ അതിനു മുമ്പ് ഈ കഫാറത്ത് ഫിദ്യ, അതായത് നോമ്പിൽ കഫാറത്ത് കൊടുക്കേണ്ടവർ ആരൊക്കെയാണ്, അതേപോലെ എഴുത്തിക്കാഫ്, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഏറ്റവും നല്ലത് പാഠഭാഗം ആദ്യം 1-2 തവണ വായിക്കാം. എന്നിട്ട് അവിടെ തദ്രീബാത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ നന്നായി വായിക്കുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കണ്ടെത്താം. അങ്ങനെ നിങ്ങൾ അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഈ അവസാന സമയമായതുകൊണ്ട് ഇനി വീഡിയോ മുഴുവനായും പറഞ്ഞ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയമില്ല. പരീക്ഷ നാളെ അടുത്തു, അതുകൊണ്ടാണ് നേരത്തെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഹജ്ജിൻ്റെയും ഉംറയുടെയും മീഖാത്തുകൾ, ഹജ്ജും ഉംറയും 3 ടൈപ്പായിട്ട് ചെയ്യുന്ന വിധങ്ങൾ, അവയുടെ ഇനങ്ങൾ, കാര്യങ്ങളൊക്കെ എല്ലാം കിതാബിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഓരോ പാഠഭാഗങ്ങളും നന്നായിട്ട് ഒന്നാമത് വായിക്കുക. ഞാൻ ആവർത്തിച്ച് പറയുന്നത് വായിക്കുക. എന്നിട്ട് തദ്രീബാത്തിലേക്ക് പോവുക. അതിലെ ചോദ്യങ്ങൾ നിങ്ങൾ വായിക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ ഈ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്താം, എന്നിട്ട് മുമ്പോട്ട് പോവുക. അങ്ങനെ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പാഠഭാഗം മൊത്തം നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മോഡലാണ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടാൻ സാധിക്കും. ആരും അങ്ങനെ കുറുക്കുവഴികളൊന്നും കണ്ടെത്താൻ നിൽക്കരുത്. നന്നായിട്ട് ഇന്ന് രാത്രിയും അതേപോലെ നാളെ രാവിലെയുള്ള സമയങ്ങളൊക്കെ, ഇനിയുള്ള സമയങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ഇനി അങ്ങോട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.
ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാ ആളുകളും ഇതിൻ്റെ ഉത്തരം എഴുതാനുള്ള ശ്രമം നടത്തുക. താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനം ശരിയായ ഉത്തരം എഴുതുന്നവരിൽ നിന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരിൽ നിന്നും, അതായത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഉത്തരം എഴുതുക, അങ്ങനെയുള്ളവരിൽ നിന്ന് ഒരു വിജയെ പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപിക്കപ്പെട്ട വിജയിക്ക് പരീക്ഷകളൊക്കെ കഴിഞ്ഞ് പ്രത്യേകമായ സമ്മാനവും അതുപോലെ അനുമോദനവും ഒക്കെ ഉണ്ടാവുന്നതാണ്. ചോദ്യം ഇതാണ്: നജസുകൾ എത്ര വിധമാണ്? നജസുകൾ എത്ര വിധമാണ്? 1, 2, 3 അങ്ങനെ എത്ര വിധമാണ് എന്നുള്ളത് എഴുതുക. ഏതൊക്കെയാണ്? അപ്പോൾ അറബി കീബോർഡിലായെങ്കിൽ മലയാളത്തിൽ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയാലും മതി. അപ്പോൾ നജസുകൾ എത്ര വിധമാണ്, ഏതൊക്കെയാണ്? ഇതാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി പഠിക്കുക. അള്ളാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.